എന്താ സുഭാഷ് ചേട്ടൻ അങ്ങനെ മിണ്ടാണ്ട് നിൽക്കണേ? ഇത്ര വലിയൊരു കാര്യം നടന്നിട്ടും ഒരു കുലുക്കലല്ലോ സുഭാഷ് ചേട്ടന്. സുഭാഷ് ചേട്ടന്റെ നിപ്പ് കണ്ടറിയാം എന്തോ മറക്കേണ്ടെന്ന്. സത്യം പറ, ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നം? ഞങ്ങളുടെ ഇന്ന് മാത്രമായിട്ട് മറച്ചു വെക്കുന്ന രഹസ്യം എന്താ? അന്നൊരു ദിവസം ബാഗുമായി എങ്ങോട്ട് പോയി, പിന്നീട് ഇവര് തിരിച്ചു വന്നു. അതെന്താന്ന് ചോദിച്ചപ്പോ ഹണിമൂണിന് പോയിട്ട് മടങ്ങി വന്നതാന്നുള്ള പച്ചക്കള്ളം. അത് ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ കരുതിയത്? അപ്പോ ഈ വീട് വിട്ടു പോണെന്ന് ഏട്ടത്തി നേരത്തെ തന്നെ തീരുമാനിച്ചു അല്ലേ? അന്ന് മുതലേ ഇത് സുഭാഷ് ചേട്ടൻ അറിയാം. അതിന്റെ കാരണം അന്നേ സുഭാഷ് ചേട്ടൻ പറയാൻ തുടങ്ങിയതാ. പക്ഷെ അവര് തിരിച്ചു വന്നപ്പോ അത് മറച്ചു വെച്ചു. അതിപ്പോ ഇവിടെ വെച്ച് പറ, എന്താ സുഭാഷ് ചേട്ടൻ ഇവര് തമ്മിലുള്ള പ്രശ്നം? ഈ വീട്ടിൽ എന്താ നടക്കണേ? ഈ വീട്ടിൽ എന്താ നടക്കണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആരെങ്കിലും ഒന്ന് തുറന്ന് പറ. എങ്ങോട്ടാണോ പോണേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേണ്ട താൻ എങ്ങോട്ട് പോവില്ല. ഉത്തരം പറ. എനിക്ക് സൗകര്യമില്ല. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഉത്തരം പറഞ്ഞേ മതിയാവൂ. എന്നാ കേട്ടോ, ഡിവോഴ്സ് വാങ്ങിക്കാൻ തന്നെയാ പോകുന്നത്. ഞങ്ങളിനെ ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഡിവോഴ്സ് ചെയ്യാൻ പോവാ. എന്താ വേണ്ടേ? എന്നെ കൊണ്ട് ഈ വീട്ടിൽ നിനക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിലേ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഈ വീട് വിട്ടങ്ങ് പോയേക്കാം. അത് പോരാ നിനക്ക്? കണ്ടില്ലേ, ഇങ്ങനെ പോയി എല്ലാം ശരിയാവൂ. പറയണോ, തനിക്ക് ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കാം, ഇഷ്ടമുള്ളപ്പോ ഡിവോഴ്സ് ചെയ്യാം. ചോദിച്ചാ വീട് വിട്ടു പോകും അല്ലേ? ഈ വക വേഷക്കെട്ടൊന്നും താൻ എന്റെ അടുത്ത് ഇറക്കണ്ട. എന്നോട് കാരണം പറഞ്ഞേ പറ്റൂ. ഇയാൾ എന്തിനാ ഡിവോഴ്സ് ചെയ്യണേ? അത് പറഞ്ഞിട്ട് മതി. നീ ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാണ്ട് കല്യാണം കഴിച്ച് മുന്നിൽ വന്ന് നിന്നപ്പോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോന്ന്? പകരം ഞങ്ങളെല്ലാരും സന്തോഷിക്കല്ലേ ചെയ്തത്? എടോ, ഇങ്ങനെയൊക്കെ വേണ്ടി ആഘോഷിക്കല്ലേ ചെയ്തത്? ഇയാള് കല്യാണം കഴിച്ച് വന്നതിന്റെ പിറ്റേന്ന് നാടാകെ അറിയുന്ന പോലെ കല്യാണം നടത്തി കാണിച്ചു ഞങ്ങള്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എടോ, ഇയാളൊരു പക്ഷെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്ക് ആ രാത്രി സന്തോഷത്തിന്റെ രാത്രിയായിരുന്നു. എടോ, ഇത്ര പേരുടെ സന്തോഷം ഇല്ലാണ്ടാക്കിയിട്ട് എന്തിനായി ഡിവോഴ്സ് എന്ന് എനിക്ക് അറിയണം. എടോ, താൻ വേറെ ഒന്നും പറയണ്ട, കാരണം മാത്രം പറയാൻ. എന്തിനടുത്തി പോണത്? എന്താ അതിന്റെ കാരണം? ഈ വീട് ഇഷ്ടപ്പെടാത്തതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത്തിരി കൂടി വലിയൊരു വീട് വാടക എടുക്കാം. അതോ ഇനി സുധീഷേട്ടൻ പറഞ്ഞ നോണ കാരണമാണോ പോകുന്നത്? ഒരു തവണ സുധീഷേട്ടനോട് ക്ഷമിച്ചൂടെ? ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണ. ഞാൻ പറയാം സുഭാഷ് ചേട്ടാ, അത് നല്ലത്. എനിക്കതൊന്നും കണ്ടെക്കാൻ വയ്യ. അതുകൊണ്ടാ. എന്നിട്ട് ഞാൻ സുഭാഷ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നല്ല ഞാൻ പറയാം. നികേഷ്, എല്ലാം ഞാൻ പറയാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാ കാരണം. ഡിവോഴ്സ് ചോദിച്ച ഞാനാ. ഡിവോഴ്സ് ആവശ്യമുള്ളത് എനിക്കാ. എന്റെ കല്യാണം. സുഭാഷ് ചേട്ടാ, ഏട്ടത്തി പറയാൻ തുടങ്ങല്ലേ? പറയട്ടെ. ഞാൻ പറയാടാ, അതാ നല്ലത്. ഇതിനപ്പുറം മറച്ചു വെച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സുധീഷ് നിധിയെ വിവാഹം ചെയ്തു വന്നപ്പോ നിങ്ങളെ പോലെ ഞാൻ ഒരുപാട് സന്തോഷിച്ചത്. പിറ്റേന്ന് നിധിയുടെ അച്ഛനും സുഖുലെന്ന് പറഞ്ഞ് പോയപ്പോഴേ നിധി അവരുടെ വീട്ടിൽ പോയില്ലേ? തിരിച്ചു വരുമ്പോ അവരുടെ കല്യാണം നാട്ടുകാർ അറിയുന്ന രീതിയിൽ നടത്തണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് റിസപ്ഷന് നിധി സ്റ്റേജിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. അവസാനം ഞാൻ പോയി ചോദിച്ചപ്പോ നിധി എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. നമ്മൾ വിചാരിച്ച പോലെ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ നടന്നത് ഒരു റിയൽ കല്യാണമല്ല ഹരീഷ്. നിങ്ങൾ എല്ലാരും വിചാരിക്കുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച വിവാഹം കഴിച്ചവരല്ല. ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിധി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നിധി സുധീഷിനെ ഒരു ഡ്രൈവറായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ വന്ന നിധിയുടെ അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇവരൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത്. അന്ന് ഇവരുടെ മുന്നിൽ രക്ഷപ്പെടാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് പ്രേമിച്ചോടി വന്നാണെന്ന് വിശ്വസിക്കുന്ന പോലീസ് പറയുന്ന പോലെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിധി അച്ഛന്റെ കൂടെ തിരിച്ചു പോവുക. ആ സമയത്തെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഒരു നുണക്കല്യാണം നടത്തിയത്. പോലീസുകാർ അത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അത് ലീഗലി വാലിഡ് ആയി. ഇതൊന്നും അറിയാതെ ഇവരോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നമ്മൾ അന്ന് റിസപ്ഷൻ അറേഞ്ച് ചെയ്തു. സുധീഷിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇതാണ് നടന്നെന്ന് പറയാനുള്ള ഒരു അവസരം നമ്മളായിട്ട് അവന് കൊടുത്തിട്ടില്ല. അന്ന് ഇവിടെ വരുമ്പോഴാ റിസപ്ഷൻ ആണെന്ന് നിധി അറിയുന്നത് തന്നെ. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നാണം കിടാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് സ്റ്റേജിൽ വന്നു തന്നു. അതൊരു വലിയ കാര്യമല്ലേ? അതിൽ നമ്മൾ നിധിയോട് കടപ്പെട്ടിരിക്കുന്നവരാ. നിധിക്ക് ഈ കല്യാണം ഒരു തടസ്സമാവില്ലെന്ന് അന്നേ ഞാൻ വാക്ക് കൊടുത്തത്. എല്ലാവരും പതിയെ അറിയിച്ച് ബോധ്യപ്പെടുത്താൻ അവൾ ഇത്രയും നാളും നമ്മുടെ കൂടെ നിന്നേ ഉള്ളൂ. ഇവരെ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയൽ കല്യാണമല്ല. എടാ, അങ്ങനെ ഉള്ളപ്പോ ഈ കല്യാണം അവർക്കൊരു കുരുക്കല്ലേ? അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് ഡിവോഴ്സ് അല്ലാതെ വേറെന്ത് മാർഗ്ഗമുള്ളത്? ആദ്യ ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് പോകുന്നു പറഞ്ഞാൽ നിധി. പക്ഷെ ഹോസ്റ്റലും വീടും ഒന്നും ശരിയായില്ല. അന്ന് നിധി ബാഗെടുത്ത് പോയത് ഒരു വീട് ശരിയാന്ന് കരുതിയിട്ട. അവസാന നിമിഷം അത് കിട്ടാതെ അവള് തിരിച്ചു വന്നത്. ഇവര് അന്ന് വരാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ഇതാണ് സത്യം. ഈ സത്യം എങ്ങനെ നിങ്ങൾ അറിയിക്കുന്ന കരുതി ഇത്രയും നാളും പോയി. പക്ഷെ ഇന്ന് ഡിവോഴ്സിന്റെ കാര്യം നീ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ഹരീഷ്, ഇത്രയൊക്കെ നടന്നിട്ടും എന്താ ഞാനൊന്നും മിണ്ടാത്തെന്ന് നീ ചോദിച്ചില്ലേ? എല്ലാം അറിയുന്ന ഞാൻ എന്ത് മിണ്ടാനാടാ? എന്ത് മിണ്ടാനാ? ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ. എന്റെ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം ഒരു ഫേക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ സംഭവിച്ചത് അന്നത്തെ ഒരു വലിയ ട്രോമയില്ല. എന്തൊക്കെയാ സംഭവിക്കുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. സ്റ്റേഷനിൽ വെച്ചൊരു കല്യാണം നടന്ന അതിൽ ഈഗലാവൊന്നും ആലോചിച്ചില്ല. സുധീഷിനെ ഇങ്ങനെ ഒരു കുടുക്കൽ പെടുത്തിയത് ശരിക്കും ഞാൻ. സുധീഷിന്റെ ജീവിതത്തിൽ മറ്റൊരു കല്യാണം നടക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് നമ്മുടെ കല്യാണം ഒരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാ ഡിവോഴ്സ് വാങ്ങാനായിട്ട് വക്കീലെ കാണാൻ പോയത്. നിങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോ ഞാനൊരു വലിയ ചതി ചെയ്തെന്ന് തോന്നും. പക്ഷെ ഒന്നും പലപ്പോഴും ദയവ് ചെയ്ത് സോറി നികേഷ്. ഒരു കാര്യം കൂടി എനിക്കറിയണം. ഇതാണ് സത്യമെങ്കിൽ പരസ്പരം പ്രേമിച്ചിട്ടാണ് ഈ വിവാഹം കഴിച്ചെന്ന് ആദ്യം ദിവസം തന്നെ ഞങ്ങളോട് നുണ പറഞ്ഞത് എന്തിനാ? എത്ര തവണ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മറക്കുന്നുണ്ടോന്ന്. അതിന് ഉത്തരം പറയാൻ മറ്റൊരു നുണ. ഞങ്ങൾ എന്താ അത്രയ്ക്ക് വിട്ടികളാണോ? നിർത്തടാ. എപ്പോ നോക്കിയാൽ ഈ ഒരു ഒറ്റ കാര്യമുള്ളൂ. ഞാൻ നുണയാ. എല്ലാവരും എന്തിനാണ് എന്നെ മാത്രം കോർണർ ചെയ്യുന്നത്? സത്യം പറയാൻ വിധത്തില് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണോ നുണ പറയുന്നത്? ഈ കുടുംബത്തിലെ നാണക്കേടിനെ കുറിച്ചും
നാട്ടുകാര് നമ്മളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ എങ്ങനെയാണ് സത്യം പറയാൻ കഴിയുക? ഇത്രയും കാലം ഈ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു സമാധാനം തോന്നിയിട്ടുണ്ടോ? ഈ നാട്ടുകാരെ നമുക്കൊരു മതിപ്പ് വന്നിട്ടുണ്ടോ? ആണുങ്ങൾ മാത്രമുള്ള ഈ വീടിനെ പറ്റി എത്ര ഇല്ലാ കഥകൾ പിറന്നു. അത് മറക്കാനും മറികടക്കാനാണ് ഞാൻ ഈ തുണകൾ പറഞ്ഞു തുടങ്ങിയത്. ശരിയാ, ഈ കല്യാണം ശരിക്കും നടന്നാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അല്ലാതെ പിന്നെ ഞാൻ എന്ന് പറയണമായിരുന്നു? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാണെന്നോ? എടാ എടാ, ശരിക്കും ഈ കല്യാണം നടന്നു പറഞ്ഞ നിങ്ങളൊക്കെ ചോദിക്കും അത് എങ്ങനെയാണെന്ന്, ഇല്ലേ? അപ്പോ പരസ്പരം പ്രേമിച്ചിട്ടെന്നല്ലാതെ വേറെ ഈ ലോകത്ത് എന്ത് മറുപടിയാണോ ഉള്ളത്? നീ പറ. മറുപടിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അതും നുണയാ. പക്ഷെ മറുപടിക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂവെങ്കിൽ അത് പറയാൻ ഒരൊറ്റ കാരണേ ഉള്ളൂ: നിവൃത്തികേട്. എന്റെ നുണകളെല്ലാം നിവൃത്തികേടുകളാണ്. സത്യം അറിയുമ്പോ അറിഞ്ഞോട്ടെ, അതുവരെ എല്ലാം നന്നായിരിക്കട്ടെ. സത്യം അറിയുമ്പോ എന്നെ കുറ്റം പറയുന്നവര് പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിശ്വസിക്കുന്നവരുടെ സന്തോഷത്തിന് കൂടി വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവർക്ക് ആവാം, ശിക്ഷിക്കുന്നവർക്ക് അതും ആവാം. ശിക്ഷിക്കണം നിനക്ക്. ശിക്ഷിക്കണമെങ്കിൽ ഞാൻ ആ മുറ്റത്തുണ്ടാവും. എന്നെ തല്ലിയെ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്താ സുഭാഷ് ഏട്ടാ ഇതൊക്കെ? സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ജീവിതം ആരംഭിക്കാനെന്ന്. അത്ര സ്വാർത്ഥനാവരുത് സുഭാഷ് ഏട്ടൻ. ഹരീഷ്, എടാ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. അതിന് എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മനഃപൂർവ്വം വിളിച്ചതല്ല. നീ എങ്ങനെ അതെടുക്കാന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പരസ്പരം ആഗ്രഹിക്കാതെയും വിചാരിക്കാതെയും രണ്ടുപേരും ഒരു കല്യാണ കൊടുക്കൽ പെട്ടുപോകുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിധിക്ക് ഒരു പക്ഷെ ഇതൊരു ഫേക്ക് മാരേജ് ആയിരുന്നിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ലടാ. എപ്പോഴും പറയുന്ന പോലെ ഇത് തുണയല്ലടാ. 5 ആണുങ്ങൾ മാത്രം ഉള്ളതെങ്കിൽ പ്രശ്നം ഉണ്ടാവണമെന്നാണോ? അങ്ങനെ ഒരു വീട്ടിലൊരു പെൺകുട്ടിക്ക് സേഫ്റ്റി ഉണ്ടാവില്ലെന്ന് എങ്ങനെ ഏട്ടത്തിക്ക് പറയാൻ പറ്റും?